ഹലോ, നെജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പഴയ ജീൻസ് ഒക്കെ എടുത്തു വെച്ചതൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു അടിപൊളി ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ജീൻസിൻ്റെ പാൻറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരേ കളറുള്ള 2 ജീൻസിൻ്റെ പാൻറ്റാണ് നമുക്ക് നല്ലത്. അപ്പോൾ കളർ വ്യത്യാസം ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ ചുളിവൊക്കെ മാറ്റി ഇതുപോലെ നിവർത്തി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, സെൻറ്റർ ജോയിൻറ്റ്, അതിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് 2 കാലിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റേ കാലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 2 കാലും കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ വേറൊരു പാൻറ്റും കൂടി ഉണ്ടല്ലോ, അതിൻ്റെയും ഇതുപോലെ തന്നെ കാല് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ 4 കാലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാൻറ്റിൻ്റെ 2 കാല് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് 4 പീസുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് പാനലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് വൺ സൈഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓരോ പാൻറ്റിൻ്റെ ഓരോ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വെക്കണം. ഇനി കട്ട് ചെയ്തെടുത്ത ഈ കാലുകൾ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഒരു ജോയിൻറ്റിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വൺ സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഓരോ കാലുകളും വൺ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പീസുകളും നമ്മൾ വൺ സൈഡ് കട്ട് ചെയ്ത് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ അടിഭാഗം നമ്മൾ കണ്ടില്ലേ, കട്ട് ചെയ്തതൊക്കെ ഒരുമാതിരി കയറി ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് നല്ല ലെവലാക്കിയിട്ട് റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ പാനലുകൾ ഇനി ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 പീസും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്കേർട്ടിൻ്റെ രൂപത്തിൽ കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു പാനലിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പാൻറ്റിൻ്റെ മുകൾ വശം എടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ 2 സൈഡിലും പോക്കറ്റ് ഉണ്ടായിരുന്നു. ആ പോക്കറ്റ് നീക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ സ്റ്റിച്ച് അഴിച്ചെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് ചതുരത്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. മെഷർമെൻറ്റ് ഞാൻ ഏകദേശം ഇതിൽ കിട്ടുന്ന മെഷർമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വിചാരിച്ച അത്ര മെഷർമെൻറ്റിൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഏകദേശം നമുക്ക് മാക്സിമം കിട്ടുന്ന ലെങ്ത്തിലും വിഡ്ത്തിലും നമ്മൾ ഇതിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് 6.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ചതുരത്തിനൊരു പീസ് വേണം. അതുപോലെ ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും 4 ഇഞ്ച് ഈ വശത്തേക്കും അതുപോലെ തന്നെ 4 ഇഞ്ച് മറുവശത്തേക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ ഇതിനെ നമുക്കൊരു ചതുരം പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വരച്ച് വെച്ചത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ സൈസിലുള്ള മറ്റൊരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസായ കാരണം നമുക്കിവിടെ സിബൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കേർട്ടിൻ്റെ പാനൽ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ജോയിൻറ്റ് ചെയ്ത പാനലിൻ്റെ സെൻറ്റർ ഭാഗത്ത് മുകളിലായിട്ട്, അതായത് സ്കേർട്ടിൻ്റെ അരഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ചതുരത്തിനുള്ള പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെയോ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ്റെയോ സെൻറ്റർ പോർഷൻ എടുക്കുക. അല്ല, സെൻറ്ററിൽ നമുക്ക് ഈ ഒരു പീസ്, ഇതിലേതെങ്കിലും ഒരു പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഞാൻ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കേർട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഇത് സ്കേർട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചതുരത്തിനുള്ള പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ സ്കേർട്ട് അറ്റാച്ച് ചെയ്ത ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബെൽറ്റിൻ്റെ രൂപത്തിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഇത് 2 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ബെൽറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ഇവിടെ നല്ല ഭംഗിയായിട്ട് കിട്ടും, ഒരു ഫിനിഷിങ് കിട്ടും. മറ്റേത് നമ്മളിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് ഒരു വൃത്തിയില്ലാണ്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ അരഭാഗം നല്ല വൃത്തിയിൽ കിട്ടുകയും ചെയ്യും. ബെൽറ്റ് ഇടാനുള്ള ഒരു സ്പേസും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ മറ്റേ പീസിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ഇവിടെയും ചെയ്തെടുക്കണം. അതും 2 ഇഞ്ച് വീതിയിലുള്ളൊരു പീസാണ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബെൽറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബെൽറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇത് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാൻറ്റിൻ്റെ തന്നെ ബെൽറ്റ് ഇടുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് 2 സൈഡും സ്കേർട്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ സൈഡ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പീസ്, ഇതുപോലെ ഒരു പീസല്ല കേട്ടോ, 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷന് ഞാനിങ്ങനെ കോണാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ചതുരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് 2 സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലീവിൽ സ്ട്രാപ്പ് പോലെ ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടിൽ 2 ബട്ടൺ വെച്ചിട്ട് അതിലേക്ക് ഹോൾഡ് ചെയ്യുന്ന തരത്തിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രാപ്പ് എടുക്കുക, എന്നിട്ട് നമ്മൾ ബാക്ക് വശത്ത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതും നമ്മൾ ബാക്ക് വശത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് നമ്മൾ സ്ട്രാപ്പ് ഇങ്ങോട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ 2 ബട്ടൺ പിടിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ
ഫ്രണ്ടിലേക്ക് ബട്ടൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ബട്ടൺ കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.